ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി തീരുകയും ചെയ്ത ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. ഒരു പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും രാഷ്ട്രത്തലവൻ ബ്രിട്ടീഷ് രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ആദ്യം ബ്രിട്ടീഷുകാരനായിരുന്ന മൗണ്ട് ബാറ്റനും പിന്നീട് ഇന്ത്യക്കാരനായ ശ്രീ രാജഗോപാലാചാരിയും ഗവർണർ ജനറലായി. ഭരണകാര്യങ്ങളിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് പ്രധാനമായും നിലനിന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ തന്നെ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നു. തുടർന്ന് 1946 ബ്രിട്ടീഷ് മന്ത്രിസഭ നിയോഗിച്ച ക്യാബിനറ്റ് മിഷൻ സമിതി നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ഈ സഭ പിന്നീട് 1947 ഓഗസ്റ്റ് 24 ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ 7-അംഗ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1948 ആദ്യം കരട് തയ്യാറാക്കി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ധാരാളം ചർച്ചകൾക്കും ഭേദഗതികൾക്കും ഒടുവിൽ 1949 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച് നിലവിൽ വരുന്നതായി പ്രഖ്യാപിക്കുകയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിനമായ നവംബർ 26 ഭരണഘടനാ ദിനമായും നാം ആചരിക്കുന്നു. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം നടന്നു. ദുർഘടമായ ഭൂപ്രകൃതിയിലൂടെ നിർമ്മിച്ച ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിദ്യയുടെ മികവായി കണക്കാക്കപ്പെടുന്ന കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26 കർണാടകയിലെ മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെ 741 കിലോമീറ്റർ ദൈർഘ്യം പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ പാത മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു. 2000-ലധികം പാലങ്ങളും 90-ലധികം തുരങ്കങ്ങളും ഉൾപ്പെടുന്ന കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് VKN ചരമദിനം. ഹാസ്യ രചനകൾ കൊണ്ട് മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത